ഇന്ന് നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സ്പേസ് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഇൻഡോറിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പല സാധനങ്ങളും വാങ്ങി വെക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ലൈവായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതിന് പകരം വയ്ക്കാറ്. നല്ല ഭംഗിയാണല്ലേ ഇൻഡോറിൽ പ്ലാന്റ്സ് ഇരിക്കുന്നത് കാണാൻ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കാണാം, കുറച്ച് പാം വെറൈറ്റീസ് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇതൊരു പാം വെറൈറ്റിയാണ്, സാമിയ പാം എന്നാണ് ഈ ഒരു പാമിൻ്റെ പേര്. ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ഇതുപോലെ ആക്കിയാലും ഒടിഞ്ഞൊന്നും പോവില്ല കേട്ടോ. നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. നമുക്ക് കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാമാണ്. നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള സാമിയ പാവിൻ്റെ റേറ്റ് വരുന്നത് 220 രൂപയാണ്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ, അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ് ഒന്നുമല്ല. കുറച്ച് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരും. ഇതൊരു പാം വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ഫിംഗർ പാം എന്നാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്തൊരു പാം എന്ന് പറയുന്നത് ടേബിൾ പാമാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പാമാണ് കേട്ടോ. അധികം ഹൈറ്റ് വെക്കില്ലാത്തൊരു പാമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയാണ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള 2 വെറൈറ്റി ഫേൺസും കൂടി കാണിച്ചു തരാം കേട്ടോ. ഒന്നാമത്തെ ഫേൺ ഇതാണ്. ഇതിന് 350 ആണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഫേണിൽ ഇതുപോലെ ഒരു ഷെയ്ഡ് കൂടി വരുന്നുണ്ട്. ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫേണാണ്. ഇതിനും 350 തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പോട്ടിൽ അത്യാവശ്യം വലിപ്പമുള്ള ഫേൺ തന്നെയാണ്. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ചെറിയ പ്ലാന്റ്, അതായത് ജിഫിയിലുള്ള പ്ലാന്റ് കാണുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്ന് തോന്നില്ല. ഇതിൻ്റെ പേര് അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ എന്നാണ്. നല്ല വെറൈറ്റിയാണ്. 200 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് അലോക്കേഷ്യയുടെ കുപ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലീഫിലുള്ള ഗ്ലൈസിങ് ഒക്കെ കണ്ടില്ലേ. ജിഫിയിലുള്ള പ്ലാന്റ് കണ്ടാൽ നമുക്ക് ഇത്രയൊരു ഗ്ലൈസിങ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ നല്ലൊരു ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ വലിപ്പമുള്ള പ്ലാന്റ് കാണുമ്പോഴാണ് നമുക്ക് ആ ഇൻഡോറിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഭംഗിയായിരിക്കും എന്നുള്ളത് മനസ്സിലാവുക. ഇതിനും 200 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ലീഫെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് നിൽക്കുന്നത് കണ്ടില്ലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചമുള്ള ഭാഗത്തേക്ക് അതിൻ്റെ ലീഫെല്ലാം ഇങ്ങനെ ചാഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് വയ്ക്കുമ്പം നന്നായിട്ട് പ്രകാശം കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തു നിന്നും പ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ലീഫൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള പീസ് ലില്ലിയുടെ പ്ലാന്റ് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്കറിയാം പീസ് ലില്ലി അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റ് അല്ല. കുറേ ദിവസം ഇതിനകത്ത് ഫ്ലവേഴ്സ് നിൽക്കും. പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഒരു മിനിമം കെയറൊക്കെ മാത്രം ഈ പ്ലാന്റിന് നമ്മൾ കൊടുത്താൽ മതി. ഇത് നമുക്ക് വേണമെങ്കിൽ പോട്ടിലോ അല്ലെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലത്ത് തണൽ കിട്ടാനൊരു തടമെടുത്ത് നടാനോ ഒക്കെ പറ്റുന്നൊരു മുളയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മുളയൊക്കെ നടുന്ന സ്ഥലത്ത് മുള്ളു കാരണം അടുത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ. ഇതിനകത്ത് മുള്ളുണ്ടാവില്ല. ഇതുപോലെ നമുക്ക് പിടിക്കാനും ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ മുളയുടെ വെറൈറ്റി ആയിട്ട് ഇത് മാത്രമല്ല കാണിക്കുന്നത്. അടുത്തൊരു മുളയുടെ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാമ്പു ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് മിനിയേച്ചർ ബാമ്പു എന്നാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ചെറിയ ഒരു മിനിയേച്ചർ ബാമ്പു ആണ്. സൈസിൽ ചെറുതെന്നാണ് കേട്ടോ. എല്ലാം ഒരേപോലത്തെ പ്ലാന്റ് തന്നെയാണ് വളർന്നു വരുമ്പോൾ. ഇനി മുൻപത്തെ വീഡിയോയിലും ഈ ഒരു പ്ലാന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലീഫിൽ നല്ലൊരു ഗ്ലൈസിങ് ആണ്. നമുക്ക് ഇൻഡോറിലും സിറ്റ് ഔട്ടിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇത് ശരിക്കും നമുക്ക് ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാട്ടോ. ഇത് അസ്പെറാഗസ് മയൂരി. ഇതിൻ്റെ 2 വെറൈറ്റീസ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഒന്നിന് കുറച്ചൊരു ഗ്രീൻ ഷെയ്ഡ് കൂടുതലായിരിക്കും, പിന്നെ കുറച്ചൊരു വലിപ്പം തോന്നുന്ന മയൂരി വെറൈറ്റിയാണ്. അടുത്തതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഇങ്ങനെ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു ലീഫായിട്ടുള്ള മയൂരിയാണ്. ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വലുതായിട്ടുള്ള പ്ലാന്റിൻ്റെ 2 ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. 2 നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നതും. നേരത്തെ നമ്മൾ പാമ്പിൻ്റെ വെറൈറ്റീസ് കാണിച്ചപ്പോൾ കാണിച്ചു തരാം മറന്നുപോയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ചാമാഡോറ പാം എന്നാണ്. നല്ലൊരു പാം വെറൈറ്റിയാണ്. നമുക്ക് ഇൻഡോറിൽ എവിടെ വേണേലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാമാണ്. ഡയറക്റ്റായിട്ട് ചൂടടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ വളർത്തുമ്പോൾ.
പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നല്ല പ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫിനൊക്കെ ആ കറക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ കളറെല്ലാം മങ്ങിപ്പോകുന്നതായിട്ട് കാണാം. ഇതൊരു ഫേൺ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ക്രൊക്കഡൈൽ ഫേൺ എന്നാണ്. ഇതിൻ്റെ ലീഫിൽ കണ്ടില്ലേ മുതലയുടെ ആ മുതുകിലുണ്ടാകുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ആ പുറത്തുണ്ടാകുന്നത് പോലെ തന്നെയാണ് ഇതിനകത്ത് ലൈൻസൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ക്രൊക്കഡൈൽ ഫേൺ എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ഇൻഡോർ ലീഫി പ്ലാന്റ്സ് ഉണ്ട്. പെപ്പറോമിയാസ് എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്. ആഫ്രിക്കൻ വയലറ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നുണ്ട്. വേറെയും ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ കാറ്റലോഗിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടിയുണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വെക്കാൻ കൂടി മറന്നു പോരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്.